ബ്യൂട്ടിഫുൾ പീപ്പിൾ. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഐ ഹാഡ് ഫീവർ, ദാറ്റ്സ് വൈ ഈ ഒരു സമയത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു. നിങ്ങൾക്ക് എൻ്റെ ഫേസ് കണ്ടാൽ തന്നെ മനസ്സിലാവും. ആൻഡ് ഈദ് മുബാറക് എല്ലാവർക്കും, ഈദ് മുബാറക്. ഇതൊക്കെ എല്ലാവരും അടിപൊളിയായിട്ട് ആഘോഷിക്കുക. എൻ്റെ ഇതെന്തായാലും ഫീവർ കൊണ്ടുപോയിട്ടുണ്ട്. ആൻഡ് നമ്മുടെ ബിഗ് ബോസ് സീസൺ 6 കപ്പ് ജിൻഡപ്പൻ തൂക്കി ഗൈസ്. ജിൻഡോ ആണ് ഈ വർഷത്തെ സീസൺ 6 ബിഗ് ബോസ് സീസൺ 6 വിന്നർ ആയിട്ടുള്ളത്. വെരി കൺഗ്രാറ്റുലേഷൻസ് ജിൻഡോ ബ്രോ. സെക്കൻഡ് വന്നിട്ടുള്ളത് അർജുനാണ്. ആൻഡ് തേർഡ് വന്നിട്ടുള്ളത് ജാസ്മിൻ ആണ്. ഫോർത്ത് അഭിഷേക് ആൻഡ് ഫിഫ്ത്ത് ഋഷിയാണ്. ടു ബി വെരി 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 ഓണസ്റ്റ്, സെക്കൻഡ് പൊസിഷൻ ഡിസേർവിംഗ് ആയിട്ടുണ്ടായിരുന്നത് ജാസ്മിൻ ആണ്. ജാസ്മിന് സെക്കൻഡ് പൊസിഷൻ ഡിസേർവിംഗ് ആണ്. അർജുനേക്കാളൊക്കെ എത്രയോ ഡിസേർവിംഗ് ആണ് ജാസ്മിൻ. കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും പറയുന്ന പോലെ തന്നെ ഈ ബിഗ് ബോസ് സീസൺ 6 ഏറ്റവും കൂടുതൽ കണ്ടന്റ് കൊടുത്തിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ഈ ഒരു ചാനലിനും ആ ഒരു ഷോക്കും TRP കൊടുത്തിട്ടുള്ളതും ജാസ്മിൻ തന്നെയാണ്. അതിലൊന്നും ഒരു സംശയമുണ്ട്. യെസ്, നെഗറ്റീവ് വേ ആണ്. ബട്ട് ആ ഒരു ഷോക്ക് TRP കൊടുത്തതും ഇത്രയും പൈസ ഉണ്ടാക്കാൻ അവർക്ക് പറ്റിയതും ഒക്കെ ജാസ്മിൻ കാരണം തന്നെയാണ്. ജാസ്മിൻ ജിൻഡോ ആൻഡ് ദാറ്റ് കോംബോ അതൊക്കെ കൊണ്ടാണ് പറ്റിയിട്ടുള്ളത്. പിന്നെ അവർ ഏത് രീതിയിൽ പുറത്ത് വിടണം എന്നുള്ളതൊക്കെ ബിഗ് ബോസിന്റെ തീരുമാനമാണ്. ഇവരെ ഓരോ ദിവസവും ഇത്ര 20,000 10,000 ഒക്കെ കൊടുത്ത് അതിനകത്ത് നിർത്തിയിട്ടിരിക്കുന്നത് ഇവർക്ക് പുറത്തൊരു നന്മമരം ഉണ്ടാക്കാനൊന്നുമല്ല, അല്ലെങ്കിൽ ഇവർക്കൊരു ഫ്യൂച്ചർ ഉണ്ടാക്കി കൊടുക്കാനൊന്നുമല്ല. എല്ലാവരും സെൽഫിഷ് ആണെന്ന് പറയുന്ന പോലെയാണ്. അവർക്ക് അവരുടെ TRPയും അവർക്ക് കിട്ടുന്ന പേയ്മെന്റും ഒക്കെ തന്നെയാണ് വലുത്. അതുപോലെ തന്നെ ജാസ്മിന്റെ വാപ്പ അവിടുന്ന് ഇന്റർവ്യൂ കാര്യങ്ങൾ സ്വാഭാവികമാണല്ലോ. കൊടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും വൃത്തികെട്ട, ഇതുവരെ ഉണ്ടായിരുന്ന സീസണിൽ ഏറ്റവും വൃത്തികെട്ട സീസണാണ്. അതിൽ എന്താ പറയുക, എൻ്റെ മകളിനെയാണ് അത് ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളതെന്നൊക്കെ പറയുന്നുണ്ട്. അത് ഒരു അച്ഛന് എന്താ പറയുക, അതൊരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യം തന്നെയാണ്. ഇത്രയും ആൾക്കാർ അത് കയ്യിലിരിപ്പ് കൊണ്ടാണ് ചെയ്ത് കൂട്ടിയത് കൊണ്ടാണ്. എന്ത് തന്നെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാക്കക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറയുന്നത് പോലെ അത് വാപ്പാക്ക് അത്രയും വിഷമമുള്ള കാര്യം തന്നെയായിരിക്കും. ഇത്രയും ആൾക്കാർ ഒരു എന്താ പറയുക, ഒരു പക്ഷം എന്ന് പറഞ്ഞാൽ ഒരു 100 ഇത്രയും ആൾക്കാരും ഇങ്ങനെ പറയുന്ന സമയത്ത് അത് കേൾക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടായിരിക്കും ആ വാപ്പാന്റെ വാക്കുകൾ ഉണ്ടായിട്ടുണ്ട്. അതിന് പിന്നെ പറയുന്നുണ്ട് ഇനി എന്താവും എന്നുള്ളത് കണ്ടറിയാം, ബാക്കിയൊക്കെ പടച്ചവന്റെ കയ്യിലാണ്, പ്രാർത്ഥിക്കാം എന്നല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല ആണ്. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ, ജാസ്മിൻ പിടിച്ചു നിൽക്കും. ഷീ വിൽ സർവൈവ് ബ്രോ. കാരണം ആ കുട്ടിക്ക് അതിനുള്ള ക്യാപ്പബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ബിഗ് ബോസ് ഹൗസിനകത്ത് നടന്നിട്ടുണ്ടായ കാര്യങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നതിൽ കാര്യമൊന്നുമില്ല. അപ്പോൾ കുറേ പേര് ചോദിക്കും നിങ്ങൾ ഇനി എന്ത് ചെയ്യും. നമ്മൾ ഇതുവരെ പാർത്തതൊന്നുമല്ല ബിഗ് ബോസ്. ഇവരൊക്കെ പുറത്തിറങ്ങിയിട്ട് നമ്മൾ പാക്കാൻ പോകുന്നതാണ് ബിഗ് ബോസ്. പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് കുറേ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വരാൻ ഉണ്ടാവാം. കാരണം കുറേ എലിഗേഷൻസ് ഒക്കെ കുറേ ആളുടെ മുകളിലുണ്ട്. അതൊക്കെ വന്ന് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കണ്ടന്റ് തന്നെയാണ് തീർച്ചയായിട്ടും. ബിരിയാണി തിന്നാം. അങ്ങനെ ബിഗ് ബോസ് അടിപൊളിയായിട്ട് അവസാനിച്ചു. പിന്നെ കുറേ പേര് എനിക്ക് സീക്രട്ട് ഏജന്റിന്റെ ഒരു സാധനം സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു വിത്ത് ജാഫർ അങ്കിൾ ആൻഡ് ഗബ്രി. ആ ഒരു സാധനം. പിന്നെ ഞാൻ മനസ്സിലാക്കിയത് തെറ്റാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കിയ സീക്രട്ട് ഏജന്റ് ഒരിക്കലും ഒരാളുടെ, അതിൽ ജാഫർ അങ്കിൾ പറയുന്നുണ്ട് പിന്നെ വിമർശിച്ച ആൾക്കാരുടെ കുടുംബം നന്നായിരിക്കണം എന്നൊക്കെ ഉള്ളത്. ഇവിടെ ഒരു കാര്യം ഞാൻ പറയാം. വിമർശിച്ച ആളിനെ കുറിച്ച് അതാരെയാണ് ഉദ്ദേശിച്ചത് നമുക്കൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാം. ആ ആളിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ ജാഫർ അങ്കിൾ, വിഷയമുള്ള കാര്യമല്ല. അവരുടെ ഫാമിലിയിലൊക്കെ ഉള്ള കാര്യങ്ങൾ വന്നിരുന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര മോശമായിരിക്കും. ഞാൻ അറിയുന്ന സീക്രട്ട് ഏജന്റ് ഒരിക്കലും ഇതിന് കൂട്ടുനിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പൊ അത് കൂട്ടുനിന്ന് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയ തെറ്റാണ് എന്ന് ഞാൻ സമ്മതിക്കും. ആ സമയത്ത് വന്നിട്ട് നിൽക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ ഉറപ്പ്. കാരണം ഒരു വ്യക്തിയെ പറയാൻ പ്രശ്നമില്ല, അല്ലാണ്ട് ആ വ്യക്തിന്റെ കുടുംബത്തിൽ പോയിട്ട്, കാരണം ആരും ജാസ്മിന്റെ പാരന്റ്സിന്റെയോ അല്ലെങ്കിൽ പാരന്റ്സിന്റെയോ ചരിത്രം അന്വേഷിച്ചിട്ടൊന്നും ഇവിടെ ആരും പോയതായിട്ട് എനിക്ക് പേഴ്സണലി അറിയില്ല. ഞാൻ എവിടെയും വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കൊന്ന് ഷെയർ ചെയ്ത് തരണം. ജാഫർ അങ്കിളിന്റെ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു നെഗറ്റീവും അത് തന്നെയാണ്. എവിടെ എന്ത് എങ്ങനെ ഡെലിവർ ചെയ്യണം എന്നുള്ളത് ജാഫർ അങ്കിളിന് അറിയില്ല. ചിലപ്പം ഈ ഇത്രയും ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ സ്ട്രെസ് ഉള്ളതിന്റെ ഇടയിൽ പറ്റാത്തതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു സാധനം നമ്മൾ ചിന്തിക്കുമ്പോൾ മാറിപ്പോകുന്നത് കൊണ്ടാവാം, ടെൻഷനും കാര്യങ്ങളൊക്കെ കൊണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. പിന്നെ ഇപ്പം എനിക്ക് ഏറ്റവും വലിയ എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സീക്രട്ട് ഏജന്റ് ഓക്കെ,
എന്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആകെ ഈ ജാഫ്രങ്ങൾ എന്താ പറഞ്ഞത്, കൊല്ലും തട്ടും കാർന്ന് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ കാറിന്റെ ഉള്ളിൽ എന്തൊക്കെ സീക്രട്ട് ആണെന്നുള്ള അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ ഈ ഗബ്രി എന്ന് പറഞ്ഞ ചക്കരയാണ് ആലോചിക്കുന്നത്. കാരണം എന്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഈ ജാഫ്രങ്ങൾ കള്ള നായിന്റെ മോൻ എന്നാണ് ഇവരെ പറഞ്ഞത്. നായിന്റെ മോൻ എന്ന് പറഞ്ഞാൽ പട്ടിക്ക് ഉണ്ടായതെന്നാണ് അർത്ഥം. അതായത് ഗബ്രീന്റെ ഫാദർ പട്ടി എന്നുള്ള രീതിയിലാണ്. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ നായിന്റെ മോൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, പട്ടിക്കുണ്ടായി എന്നാണ്. പാരന്റിൽ ആരും ആവാം, ആരെങ്കിലും ഒരാൾ അല്ലെങ്കിൽ പട്ടിക്കുണ്ടായത് എന്നാണ്. അങ്ങനെ പറഞ്ഞൊരു വ്യക്തിന്റെ അടുത്ത് എങ്ങനെ പോയി ഇത്ര കൂളായിട്ടിരിക്കാൻ പറ്റുന്നു എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അത് സമ്മതിച്ചു കൊടുക്കണം. അത് കാരണം എന്താ വെച്ചാൽ എന്നെ കൊണ്ടൊന്നും പറ്റില്ല ഗൈസ്, സീരിയസ്ലി. എൻ്റെ ഉള്ളിൽ അത് കിടക്കുകയും ചെയ്യും. എനിക്കത് ചിലപ്പം ദേഷ്യമായിട്ടും അങ്ങനെയൊക്കെ പുറത്ത് വരികയും ചെയ്യും. പിന്നെ ചിലപ്പോൾ ഇതായിരിക്കുമല്ലേ, നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റിയാക്ട് ചെയ്യേണ്ട കാര്യമില്ല. ചിലപ്പം ഗബ്രിക്കും തോന്നുന്നുണ്ടാവാം ഞാൻ കാരണമാണ് ആ ഫാമിലി അത്രയും സഫർ ചെയ്തത്, അല്ലെങ്കിൽ ഞാനും കൂടി, അവൻ മാത്രം കാരണം എന്നല്ല, ഞാനും കൂടി ഇൻവോൾവ് ആയതുകൊണ്ടായിരിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണോ എന്നറിയില്ല സ്വന്തം പാരന്റിനെ ഇങ്ങനെ നായി എന്നൊക്കെ വിളിച്ചത്. ക്ഷമിച്ച് ജാഫർ അങ്കിളിന്റെ കൂടെ ഇരിക്കാൻ പറ്റിയത്. സീക്രട്ട് ഏജന്റ് എന്താ വെച്ചാൽ ചീത്തയൊന്നും വിളിച്ചിട്ടില്ല തോന്നുന്നു ജാഫർ അങ്കിള് സീക്രട്ട് ഏജന്റിനെ. പക്ഷെ ഗബ്രീനെ അങ്ങനെയല്ല. ഇതൊക്കെ കേട്ടിട്ട് നിന്നു എന്നുണ്ടെങ്കിൽ ഗബ്രി അടിപൊളിയാണ്, സൂപ്പർ. ആ ഒരു കഴിവ് നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിനകത്ത് റസ്മിന്റെ ആ ഒരു സിറ്റുവേഷൻസും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് സ്റ്റിൽ ആ ഒറ്റൊരു പോർഷനിൽ എനിക്ക് റസ്മിൻ ജാസ്മിനെ സിൻസിയർലി നല്ലൊരു ഫ്രണ്ടായിട്ടാണ് കണ്ടേ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അടിപൊളി. അപ്പൊ ഉണ്ടല്ലടാ. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ എന്താ പറഞ്ഞത്, ഇത് എനിക്ക് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഡിസ്ട്രാക്ഷൻസ് വരുന്ന സമയത്ത് ഭയങ്കര പ്രശ്നമാണ്. ഡോണ്ട് ടോക്ക്. അപ്പം ബിഗ് ബോസ് ഹൗസിനകത്ത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു അറ്റ് സം പോയിന്റ്. ഓക്കെ, ഇത് എൻ്റെ ഭയങ്കര വലിയൊരു പ്രശ്നമാണ്. കാരണം ഞാൻ ഈ ഒറ്റ സ്ട്രക്ചറിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്ന സമയത്ത് എനിക്ക് ഡിസ്ട്രാക്ഷൻസ് വരുന്നത് ഭയങ്കര പ്രശ്നമുള്ളൊരു കാര്യമാണ്. ഓക്കെ, പിന്നെ ഇതും കൂടി ആകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്യൂ ആണ്. ഓക്കെ, എനിക്ക് ആ ഒരു സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ദാറ്റ് ജെനുവിൻലി റസ്മിൻ ആ ഒരു കുട്ടീനെ ഒരു ഫ്രണ്ടായിട്ട് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു സാധനം. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, നീ ഇനി ഫോക്കസ് ചെയ്യേണ്ടത് കപ്പിലാണെന്നുള്ളത്. പിന്നെ പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ ആ ഒരു ഷോ അവിടെ കഴിഞ്ഞു. ഇനി പുറത്ത് ലൈക്ക് എന്താ പറയുക, അതവിടെ കഴിഞ്ഞു. ഇനി എന്തെങ്കിലും സാധനങ്ങൾ എനിക്ക് തോന്നുന്നില്ല. കാരണം ജാസ്മിന് ചുറ്റും ഇപ്പൊ പറഞ്ഞു കൊടുക്കാൻ എത്രയോ ആൾക്കാരുണ്ടാവാം, എന്താണ് ശരി എന്താണ് തെറ്റെന്നുള്ളത്. കുഞ്ഞു കുട്ടിയൊന്നുമല്ല, ചെറിയ കുട്ടിയൊന്നുമല്ല. അത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ചെയ്യുമായിരിക്കും. ഇപ്പം എന്താ പറയുക, എങ്ങനെ റിയാക്ട് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ റിയാക്ട് ചെയ്യണ്ട, മിണ്ടാണ്ടിരിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം എൻ്റെ ഒരു അറിവിൽ, എൻ്റെ കണ്ടതിൻ്റെ പ്രശ്നമാണെന്നല്ല, എൻ്റെ ഒരു അറിവിൽ ആരും തന്നെ ആ ഒരു ബിഗ് ബോസ് ഹൗസിനകത്ത് അവർ ഏഷ്യനെട്ട് പുറത്ത് വിടാത്തതോ അല്ലാണ്ട് വേറെ ഒരാൾ ഉണ്ടാക്കിയ കഥയോ പറഞ്ഞതായിട്ട് എനിക്കറിയില്ല. അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂടി നിങ്ങൾ സെൻഡ് ചെയ്ത് തരാം. അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ചിലപ്പം ഒന്നും റിയാക്ട് ചെയ്യില്ലായിരിക്കും, വാട്ട് എവർ ഇറ്റ് ഈസ് എന്നുള്ള ഒരു രീതിയിൽ പോവുമായിരിക്കും. നമുക്ക് എന്തായാലും കണ്ടു തന്നെ അറിയാം. ആൻഡ് വേറൊരു സാധനം കണ്ടിട്ടുണ്ടായിരുന്നു, ഈ നമ്മൾ മുന്നേ സംസാരിച്ചതാണ്, ഈ ഫേക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ മിസ്ലീഡിങ് ആയിട്ടുള്ള തമ്പനെയിൽ ക്യാപ്ഷനൊക്കെ കൊടുക്കുന്ന ആ ഒരു പ്രവണത. അത് ചിലപ്പം വ്യൂസിന് വേണ്ടിയിട്ടായിരിക്കാം ചെയ്യുന്നുള്ളത്, വാട്ട് എവർ ഇറ്റ് ഈസ്. കഴിഞ്ഞ ദിവസം നമ്മുടെ സീസൺ 4 വിന്നറാ തോന്നുന്നു ദിൽഷ, ആ ഒരു ചേച്ചിനെ കുറിച്ചിട്ടുണ്ടായ ഒരു സാധനം ഉണ്ടായിരുന്നു, ജാസ്മിൻ വിന്നർ ആവണം എന്നാണ് ആഗ്രഹം എന്ന് ദിൽഷ പറഞ്ഞു നോക്കി. അപ്പം അല്ല, ആ ഒരു സാധനം കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും. കാരണം ഇനി ഒരു ലേഡി വിന്നർ കൂടി ഉണ്ടാവുന്നതിൽ സന്തോഷമേ ഉള്ളൂ. ആളാകെ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ജാസ്മിന് പുറത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു മാസീവ് സൈബർ അറ്റാക്ക് കാര്യങ്ങൾ വരുന്നുണ്ട്. അത് ബിഗ് ബോസ് ഹൗസിനകത്തുള്ള കുറച്ച് പേർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് നേരിട്ട ആൾക്കാർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. അപ്പം അത് ഫേസ് ചെയ്യാൻ പറ്റട്ടെ, അല്ലെങ്കിൽ ആരും അങ്ങനെ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളൊരു സാധനം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആർക്ക് കപ്പ് കിട്ടിയാലും, അതിന് ജാസ്മിന് കപ്പ് കിട്ടിയാലും, ജിൻഡോക്ക് കപ്പ് കിട്ടിയാലും, അഭിഷേകിന് കിട്ടിയാലും, അർജുന് കിട്ടിയാലും, ഋഷിക്ക് കിട്ടിയാലും, ആർക്ക് കിട്ടിയാലും സന്തോഷമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. ഇതിപ്പം ഇവര് അല്ലെങ്കിൽ കുറച്ച് പോർഷൻ മാത്രം ഇടുന്ന സമയത്ത്, അല്ലെങ്കിൽ കട്ട് ചെയ്തിടുന്ന സമയത്ത്, അല്ലെങ്കിൽ തമ്പനയിൽ ക്യാപ്ഷനൊക്കെ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് കുറേ പേരുണ്ട്, ഞാൻ അടക്കമുള്ള ആൾക്കാർ, ഞാൻ അഭിപ്രായം പറയാൻ പോകാറില്ല എന്നേ ഉള്ളൂ, ഞാൻ അടക്കമുള്ള കുറേ പേരുണ്ട്. ചിലപ്പം വീഡിയോ നമ്മൾ കാണില്ല, നമ്മൾ ആ തമ്പനയിലും അതുപോലെ തന്നെ ക്യാപ്ഷനും മാത്രമേ കാണൂ. ചിലപ്പം കുറേ ആൾക്കാർ, ഞാൻ ചെയ്യാത്തതുകൊണ്ട് അല്ല, ചിലപ്പോൾ കുറേ ആൾക്കാർ പോയിട്ട് ആ തമ്പനയിലും ക്യാപ്ഷനും കണ്ട് കമന്റ് ഇടും, ദിൽഷ അങ്ങനെ പറഞ്ഞല്ലേ. പിന്നെ കുറേ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു
റോബിന്റെ എന്താ പറയുമ്പം വാഴ നനയുമ്പം ചീര നനഞ്ഞതാണ്, അല്ലെങ്കിൽ റോബിനെ കൊണ്ട് ജയിച്ചതാണ്, ആനയാണ് ചേനയാണ്. നിങ്ങളോട് ആരെങ്കിലും ഇങ്ങനെ പിന്നെ ഒരു റോബിൻ വന്ന് പറയുമ്പോഴത്തേക്കും വോട്ട് ചെയ്യണം നിർബന്ധമുണ്ടോ ആ ഒരു സമയത്ത്? എൻ്റെ ഒരു അഭിപ്രായത്തിൽ റോബിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇവരെ ഇഷ്ടമായിരുന്നു പറഞ്ഞു, പക്ഷെ ഇവര് ഓപ്പോസിറ്റ് അങ്ങോട്ടേക്ക് പോയിട്ട് എനിക്ക് ഇഷ്ടം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല. നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ പുറത്ത് പറഞ്ഞപ്പം അങ്ങോട്ട് അവർ തന്നെ അത് നല്ല രീതിയിൽ അവസാനിപ്പിച്ച ഒരു സാധനമാണ്. പക്ഷെ സ്റ്റിൽ അത് കഴിഞ്ഞിട്ട് 2 വർഷമായി, എന്നിട്ട് പോലും അവർ ആ ഒരു സൈബർ അറ്റാക്കും കാര്യങ്ങളൊക്കെ സ്റ്റിൽ ഈ റോബിൻ ഫാൻസ് കൊണ്ട് ഫേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ അടുത്ത് ആരും പോയിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല, നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്ത സാധനമാണ്. പിന്നെ ഡിസേർവിങ്ങുമാണ്. അവർ പറയല്ലോ 100 days ഒക്കെ അവിടെ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യങ്ങളൊന്നുമല്ല. ഈ 5 ആൾക്കാരും നമ്മളിപ്പോൾ ഈ സീസണിലേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് സീസണിലും 100 days പൂർത്തിയാക്കിയ എല്ലാ ആൾക്കാരും ബ്രേവാണ്, അടിപൊളിയാണ്. അവിടെ സർവൈവ് ചെയ്ത് പോയത് സൂപ്പർബായിട്ടുള്ള കാര്യമാണ്. എങ്ങനെ സർവൈവ് ആയി എന്നുള്ളത് സെക്കൻഡറി ആണ്. 100 days അവിടെ തികച്ചു എന്നുള്ളത് നമുക്ക് മാറ്റി വെക്കാൻ പറ്റാത്ത ഒരു സാധനം തന്നെയാണ്. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, എനിക്ക് ഭയങ്കരമായിട്ട് ഹെഡേക്കും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട്. ഓക്കെ, അപ്പം എന്തായാലും നമ്മുടെ ബിഗ് ബോസ് സീസൺ 6 ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. ഇനി നമ്മൾ ബിഗ് ബോസ് 6 ഇനി നമ്മൾ ചർച്ച ചെയ്യണ്ടല്ലോ, വേറെ കണ്ടന്റുകളുമായിട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഞാൻ പിന്നെ ബിഗ് ബോസ് കണ്ടന്റ് റീസെൻ്റ്ലിയാണ് എടുത്തത്, നിങ്ങൾക്ക് അറിയാലോ. അപ്പം നമുക്ക് കാണാം. ബൈ ബൈ. ഇതെല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് ആഘോഷിക്കാം.